യൂണിവേഴ്സിറ്റി, അതായത് പഠിക്കാൻ ട്യൂഷൻ ഫീ എന്ത് വരുന്നത്. അപ്പോൾ ഇവിടെ ട്യൂഷൻ ഫീ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി, സെലക്ട് ചെയ്യുന്ന പ്രോഗ്രാംസ്, ഇതിന് എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നോർമലായിട്ട് ഒരു റെഗുലർ പ്രോഗ്രാം, ഒരു മാസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക അണ്ടർ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ PhD ലെവലിലുള്ള ഒരു നമ്മൾ പറയില്ല ഏറ്റവും കുറഞ്ഞ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 15,000, അതായത് ഒരു 15 ലക്ഷം രൂപയുണ്ടെങ്കിൽ US നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ചെയ്യാം. അതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് ആണ് നിങ്ങളുടെ താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 25 ലക്ഷം രൂപയുണ്ടെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റിലേക്ക് പോകാം. യൂണിവേഴ്സിറ്റികളുണ്ട് ആ റേഞ്ചിലുള്ളത്. ഇനിയിപ്പോൾ PhD ലെവലിലൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ ഒരു 30 ലക്ഷം രൂപയുടെ എക്സ്പെൻസ് ആണ് അതിന് വരുന്നത്. അണ്ടർ ഗ്രാജുവേറ്റ് 4 വർഷമാണ്, മാസ്റ്റേഴ്സ് 2 വർഷമാണ്, PhD 3 വർഷം. അത് ഡിപ്പെൻസ് ആണ്. അഗെയിൻ ലൈക്ക് നിങ്ങളുടെ തീസിസ് ഒക്കെ കംപ്ലീറ്റ് ആവുന്ന സമയമനുസരിച്ച് നിങ്ങൾക്ക് അത് എത്ര വേണമെങ്കിലും കൂട്ടിക്കൊണ്ടു പോകാം. ഇതാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും കോഴ്സിന് ഫീസ് കുറഞ്ഞ പ്രോഗ്രാംസിൻ്റെത്. കൂടുതൽ നമുക്ക് എന്താ പറയുക യൂണിവേഴ്സിറ്റിയുടെ സൈസ്, യൂണിവേഴ്സിറ്റിയുടെ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ അനുസരിച്ച് കൂടി പോകും.